നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദം ഇന്നു മുതൽ വീണ്ടും മഴ കനക്കും. അതിരപ്പള്ളി പെരിങ്ങൽകുത്തിൽ സ്കൂളിലെ കഞ്ഞിപ്പുര കാട്ടാന തകർത്തു. വരാക്കര കപ്പേളയ്ക്ക് സമീപം കാറിടിച്ച് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതവും വിവിധ ധനവിഹിതങ്ങളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള LDF പ്രമേയം UDF ഭരണസമിതി തള്ളിയതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. വാർത്തകൾ വിശദമായി. ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദം ഇന്നു മുതൽ വീണ്ടും മഴ കനക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ കനക്കും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. കഴിഞ്ഞയാഴ്ച കേരളത്തിൽ മഴ സജീവമായിരുന്നു. അതിനുശേഷം മഴ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ വീണ്ടും മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതിരപ്പള്ളി പെരിങ്ങൽകുത്തിൽ സ്കൂളിലെ കഞ്ഞിപ്പുര കാട്ടാന തകർത്തു. പെരിങ്ങൽകുത്തിലെ ഗവൺമെന്റ് LP സ്കൂളിലെ കഞ്ഞിപ്പുരയാണ് കാട്ടാന തകർത്തത്. കഞ്ഞിപ്പുരയിലെ അരി ഭക്ഷിക്കുകയും പാത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. കാട്ടാനയുടെ അക്രമ സമയത്ത് സ്കൂളിൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. സ്കൂളിന്റെ ജനൽ പൊളിച്ച ശേഷം അകത്തുള്ള പാത്രങ്ങളും മറ്റു സാധനങ്ങളും ആന പുറത്തേക്ക് വലിച്ചിട്ടു. നാട്ടുകാർ ബഹളം വെച്ചാണ് ആനയെ കാട്ടിലേക്ക് തുരത്തിയത്. വരാക്കര കപ്പേളയ്ക്ക് സമീപം കാറിടിച്ച് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ 66 വയസ്സുള്ള ജോൺസൺ ആണ് മരിച്ചത്. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതവും വിവിധ ധനവിഹിതങ്ങളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള LDF പ്രമേയം UDF ഭരണസമിതി തള്ളിയതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. റിവേഴ്സ് ബജറ്റിലൂടെ തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതത്തിൽ 30,06,000 രൂപ കുറവ് വരുത്തിയതോടൊപ്പം 16ാം ധനകാര്യ കമ്മീഷൻ വിഹിതത്തിലും 84,25,000 രൂപ കുറവ് വന്നു. കൂടാതെ അവസാന ഗഡുവായി ലഭിക്കേണ്ട 1,09,38,300 രൂപ പട്ടികജാതി വികസന ഫണ്ടിന്റെ 50,60,700, ജനറൽ പർപ്പസ് ഫണ്ടിലെ 14,78,000 എന്നിവ അനുവദിച്ചില്ല. അതിനാൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെ തുടർന്നാണ് LDF അംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ UDF ഭരണസമിതി ഇത് തള്ളുകയാണ് ചെയ്തത്. വോട്ടിംഗ് ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതായതോടെ LDF അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. അംഗം രാജിഷ ശിവജിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. അംഗങ്ങളായ KB സുധ, സന്തോഷ് കേരാച്ചൻ, ഷൈന മുഹമ്മദ്, TP സോമൻ, താരാബാബു എന്നിവരോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK മോഹനൻ, IN സുധീഷ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രമേയത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അയച്ചു. ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിൽ സർക്കാർ ഫണ്ടുകൾ പഞ്ചായത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ടുകളിൽ ഗണ്യമായ വെട്ടിക്കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല പദ്ധതികളും ഈ വർഷം നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല. കാരണം ഓരോ പദ്ധതിയുടെയും വിഹിതങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. പ്ലാൻ ഫണ്ടിൽ തന്നെ 30,06,000 രൂപ വരെ വെട്ടിക്കുറവാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടിൽ വളരെ അധികം ഗണ്യമായ രീതിയിലുള്ള വെട്ടിക്കുറവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. പ്ലാൻ ഫണ്ടിൽ തന്നെ 30,06,000 കോടി രൂപയുടെ
കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. കോടിയല്ല കേട്ടോ, 2,6,000 അങ്ങനത്തെ. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം GLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, സ്റ്റംപ്, ഷട്ടിൽ കോക്ക്, റാക്കറ്റുകൾ തുടങ്ങി വിവിധ കായിക ഉപകരണങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് കൈമാറിയത്. ഇൻഗാസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് റഫീഖ് മൊയ്തു വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നിമ്മി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ SMC ചെയർമാനും കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KK സക്കറിയ, ശോഭാ സുബിൻ, പ്രധാനാധ്യാപിക റുങ്കുരാമൻ, സ്മാർട്ട് കയ്പമംഗലം കോർഡിനേറ്റർ KA അഫ്സൽ, PTA വൈസ് പ്രസിഡന്റ് ജോളി ബൈജു, MPTA പ്രസിഡന്റ് സാജിദ സുബൈർ, സിന്ധു പ്രദീപ്, ശാന്തൻ കോവിൽ തെക്കേവളപ്പിൽ എന്നിവർ പങ്കെടുത്തു. സഹായിക്കുന്ന ഒരു സംഘടനയാണ്. അതിലുപരി നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ ലഹരി മക്കള് ലഹരി കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ നാട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മക്കള്, അതായത് അദ്ദേഹത്തിന്റെ മനസ്സില് ഇനി നാട് ഭരിക്കേണ്ടത് പോലീസുകാരാവേണ്ടത്, അധ്യാപകരാകേണ്ടത്, പട്ടാളക്കാരാവേണ്ടത് ആരാണ്? നിങ്ങളല്ലേ? നിങ്ങൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും കരുതലും കൊണ്ടാണ് ശോഭാ സുബിൻ സ്മാർട്ട് കയ്പമംഗലത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. ശോഭാ സുബിന്റെ 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്മാർട്ട് കയ്പമംഗലം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലും കലാമേഖലയിലും അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിലും പടർന്ന് പന്തലിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സ്മാർട്ട് കയ്പമംഗലം എന്ന് പറഞ്ഞത്. ഇപ്പൊ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി റെജി ജോണൊക്കെ വന്നുകൊണ്ട് വലിയ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾക്കും അതിന് സമ്മാനം ഉണ്ടായിരുന്നു. അതേപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. ചുമട്ടുതൊഴിലാളിയെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കണ്ടശങ്കടവ് ബോട്ട് ജെട്ടിയിൽ വെച്ച് ചുമട്ടുതൊഴിലാളിയെ കടിച്ച് പരിക്കേൽപ്പിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് ചുമട്ടുതൊഴിലാളിയെ കടിച്ചത്. ചുമട്ടുതൊഴിലാളിക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരുന്നു. പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയ തെരുവ് നായയെ മണ്ണുത്തിയിലെ വെറ്റിനറി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കണ്ടശാങ്കടവിൽ തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിനാൽ അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV അരുൺ നിവേദനം നൽകി. തമിഴ്നാട് വാൽപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിൽ പുലിയെത്തി വളർത്തുനായയെ പിടിച്ചു. വാൽപ്പാറ ജംഗ്ഷനടുത്ത് അണ്ണാമലൈ നഗറിലാണ് പുലിയെത്തിയത്. ഇവിടുത്തെ ഒരു വീട്ടിലെ നായയെയാണ് പിടിച്ചുകൊണ്ടുപോയത്. പുലി വരുന്നതിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി വാൽപ്പാറയിൽ പുലിശല്യം തുടരുകയാണ്. തേയില എസ്റ്റേറ്റിൽ തൊഴിലാളികളെ ആക്രമിച്ച് വകവരുത്തിയിട്ടുമുണ്ട്. ദേശീയപാത കുതിരാൻ വാണിയമ്പാറയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കാർ യാത്രികരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി വള്ളിയോട് നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്.
ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭാഗത്ത് സർവീസ് റോഡിന്റെയും പ്രധാന പാതയുടെയും ഇടയിലുള്ള ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽപ്പെട്ട് കാറിൽ കുടുങ്ങിയ യുവതിയെ നാട്ടുകാർ 20 മിനിറ്റ് നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഹൈവേ പോലീസും ഹൈവേ എമർജൻസി ടീമും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ കായംപൂവത്ത് റോഡരികിൽ നിന്ന തേക്ക് മരം കടപുഴകി റോഡിന് കുറുകെ വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മരം വീണതിനെ തുടർന്ന് റോഡിന്റെ ഇരുവശത്തുമായി നിരവധി വാഹനങ്ങളാണ് നീണ്ട നിരയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗൃഹനാഥനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വെങ്കിടങ്ങ് തൊയക്കാവ് സ്വദേശികളായ വടക്കുന്തല നികേഷ്, പൊന്നരമ്പിൽ നിഖിൽ എന്നിവരെയാണ് SI M മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വെങ്കിടങ്ങ് കരുവന്തല ശ്മശാനം റോഡിൽ കറുപ്പം വീടിൽ മൂസയ്ക്കാണ് കഴിഞ്ഞ ദിവസം താക്കോൽ കൊണ്ട് മർദ്ദനമേറ്റത്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കുംകര സ്വദേശി ബഷീറാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി CPM-ലെ ചൈതന്യ ബിജുവിനെ തിരഞ്ഞെടുത്തു. KK ആഷിഖ് രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 11ാം വാർഡ് കൗൺസിലറായ ചൈതന്യ CPM കോഴിക്കട ബ്രാഞ്ച് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുല്ലൂറ്റ് വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദം ഇന്നു മുതൽ വീണ്ടും മഴ കനക്കും. അതിരപ്പള്ളി പെരിങ്ങൽകുത്തിൽ സ്കൂളിലെ കഞ്ഞിപ്പുര കാട്ടാന തകർത്തു. വരാക്കര കപ്പേളയ്ക്ക് സമീപം കാറിടിച്ച് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതവും വിവിധ ധനവിഹിതങ്ങളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള LDF പ്രമേയം UDF ഭരണസമിതി തള്ളിയതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു.